കർഫ്യൂ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് NITയുടെ ഷോക്കോസ് നോട്ടീസ്. വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തിൽ കോളേജിന് നഷ്ടം സംഭവിച്ചു എന്ന കാരണത്താലാണ് നോട്ടീസ്. വിവരങ്ങളുമായി സൂര്യ സുജി ചേരുന്നു. സൂര്യ, പറയാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി NIT ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്, അതായത് സമരം ചെയ്തുകൊണ്ട് മാത്രം ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് 6 ലക്ഷത്തിൽ കൂടുതൽ രൂപ ഈടാക്കണമെന്നാണ് ഇപ്പോൾ NITയുടെ ഉത്തരവിൽ പറയുന്നത്. ഈ ഉത്തരവിന് പിന്നിലുണ്ടായ ഒരു സംഭവം ഇങ്ങനെയാണ്. ഈ NIT ക്യാമ്പസിൽ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്താൻ അധികൃതർ തീരുമാനിച്ചിരുന്നു. ആ തീരുമാനത്തിനെതിരെ വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ പ്രതിഷേധിച്ചിരുന്നു. ഒരു ദിവസം ഈ കോളേജിന്റെ പ്രവൃത്തി ദിവസം തന്നെ ഗേറ്റിന് മുൻപിൽ നിരവധി വിദ്യാർത്ഥികൾ പ്രകടനം നടത്തിക്കൊണ്ട് അധ്യാപകരെ തടയുന്ന ഒരു അവസ്ഥയുണ്ടായി. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സാധാരണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന ഒരു സംഭവ വികാസമുണ്ടായി. ആ ഒരു തടസ്സപ്പെടുത്തലിൽ ഒരു ദിവസം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വലിയ രീതിയിലുള്ളൊരു നഷ്ടം സംഭവിച്ചു. അതായത് പ്രവർത്തന ദിവസം പൂർണ്ണമായി മുടക്കിക്കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഈ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സമരം ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചറിഞ്ഞത്. അങ്ങനെ ഇപ്പോൾ 5ഓളം വിദ്യാർത്ഥികൾക്കാണ് ഈ ഷോക്കോസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വൈശാഖ് പ്രേംകുമാർ, കൈലാസ് നാഥ്, ഇർഷാദ് ഇബ്രാഹിം, ആദർശ്, ബെൻ തോമസ് എന്നീ 5 വിദ്യാർത്ഥികളിൽ നിന്നായി 6 ലക്ഷം രൂപയിൽ കൂടുതൽ ഈടാക്കാനാണ് ഇപ്പോൾ നോട്ടീസിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് 6 ലക്ഷം, അങ്ങനെയാണെങ്കിൽ 5 വിദ്യാർത്ഥികളിൽ നിന്നായി 33 ലക്ഷം രൂപ ഈടാക്കാനാണ് ഇപ്പോൾ NIT ഉത്തരവിറക്കിയിരിക്കുന്നത്. രജിസ്ട്രാർ ആണ് ഈ ഉത്തരവിറക്കിയിരിക്കുന്നത്. സൂര്യ, ഇതിൽ ഈ വിദ്യാർത്ഥികളുടെ പ്രതികരണം എന്താണ്? കാരണം ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് 6 ലക്ഷത്തിലധികം രൂപ പിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതിലൂടെ എന്താണ് പ്രതികരണം? അല്പസമയങ്ങൾക്ക് മുൻപാണ് അവർക്ക് ഈ ഉത്തരവ് ലഭിച്ചത്. 5 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇന്ന് ഈ ഉത്തരവ് ലഭിച്ചത്. അതായത് ഈ വിദ്യാർത്ഥികൾ തന്നെ പറയുന്നു, വരും ദിവസങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഈ ഉത്തരവ് ലഭിക്കും. ഇത്രയും പണം എന്തായാലും അവർക്ക് കോളേജിലേക്ക് തിരിച്ചടക്കാൻ ഒരു നിർവാഹവുമില്ല. ഉറപ്പായും നിയമസഹായം തേടുമെന്ന് തന്നെയാണ് ഈ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത്. സേതുലക്ഷ്മി, തന്നെയായിരിക്കും കാര്യങ്ങളുടെ പോക്ക്. കാരണം ഈ 1-2 രൂപയല്ലല്ലോ, 6 ലക്ഷം രൂപ ഒരു വിദ്യാർത്ഥി അടയ്ക്കണമെന്ന് പറയുന്നത് അവരെ കൊണ്ട് അടയ്ക്കാനുള്ള ഒരു സാമ്പത്തികം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമാണ് സംശയം. എന്താണെങ്കിലും മാർച്ച് 22-ന് നടന്ന കർഫ്യൂ സമരവുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ NIT ഷോക്കോസ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് സൂര്യ സുജിയാണ്, കോഴിക്കോട്.